മാന്യമിത്രങ്ങളെ നമസ്കാരം. ഈയിടെയായി ബലാത്സംഗത്തെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് അതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറ. ഇങ്ങനെ ഒരു ടോപ്പിക്ക് കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ചത് സമൂഹത്തിൽ ബലാത്സംഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനോടൊപ്പം സാമൂഹ്യ പ്രവർത്തകരിലും ഈ രോഗം പടരുന്നതായി കാണുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ MLA-മാരുടെ പേരിലും ബലാത്സംഗ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് നിശബ്ദനായിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ മനഃശാസ്ത്രപരമായി ഇങ്ങനൊരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മനഃശാസ്ത്രം എൻ്റെ ഇഷ്ട വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും മാസികകളും മനഃശാസ്ത്രജ്ഞന്മാരുമൊക്കെ എൻ്റെ സുഹൃത്തുക്കളായത്. നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം ബലാത്സംഗത്തിൻ്റെ പൊതുവായ മനഃശാസ്ത്രം, സ്ത്രീകളുടെ സുരക്ഷ, തെളിവെടുപ്പ്, ട്രോമ, പ്രതികരണം, ഇതൊക്കെയാണ്. ഈ കാര്യങ്ങൾ 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ എനിക്കാവില്ല. ഒരു 10 മിനിറ്റ് എങ്കിലും വേണം. ഞാൻ ആദ്യമായിട്ട് അങ്ങ് പറയുക. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർത്തു പോവുകയാണ് മനുഷ്യന്റെ പുറം രൂപം എത്ര മനോഹരമാണെന്ന്. എന്നാൽ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മനസ്സിന്റെ ഇരുട്ട് ചിലപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തെ മുഴുവൻ തകർത്തേക്കും. ശരിയല്ലേ? തകർക്കും. നിഷേധിക്കണമോ? ഒരു സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താ? പുരുഷന്റെ പേശീബലമാണോ? അല്ലല്ല. പിന്നെ എന്താ? സ്ത്രീയുടെ സുരക്ഷയാണ്, സ്ത്രീയോടുള്ള ആദരവാണ്, അവൾ പൂജിക്കപ്പെടേണ്ടവളാണ്. പുരുഷന് സ്ത്രീയെക്കാളും പേശീബലമുണ്ട് എന്ന് സത്യമാണ്. അവന്റെ മസിലൊക്കെ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് സ്ത്രീകളെ കീഴ്പ്പെടുത്തണമെന്നാണ് പറയുന്നത്. മനുഷ്യൻ എന്നു മുതൽ സമൂഹവുമായി ജീവിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ സ്ത്രീയുടെ മേലുള്ള കയ്യേറ്റം തുടങ്ങിയതാണ്. ശരിയല്ലേ? ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ അത് സെക്സുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല. അതൊരു മനഃശാസ്ത്ര രോഗമാണ്. ആഗ്രഹം, ആധിപത്യം, നിയന്ത്രണം, ഞാൻ മുകളിലാണ് എന്ന തെറ്റായ അഹങ്കാരം, ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പുരുഷന്റെ ലൈംഗിക വാസന പലപ്പോഴും ഒരൊറ്റ സ്ത്രീയിൽ ഒതുങ്ങുന്നതല്ല. ആണോ? നമുക്കറിയാലോ, അന്യ സ്ത്രീകളെ പ്രാപിക്കുവാനുള്ള പ്രവണത പുരുഷന്മാരിൽ ഭൂരിഭാഗത്തിനും ഉണ്ടല്ലോ. വിലക്കുകളും നിയമത്തിന്റെ ശിക്ഷാ നടപടികളും ഭയന്ന് അവർ അതിനെ സ്വയം നിയന്ത്രിക്കുന്നു എന്ന് മാത്രം. ബലാത്സംഗത്തിന് മുതിരുന്നവരിൽ ഒരു ഭാഗം പുരുഷന്മാർ തികഞ്ഞ സാഡിസ്റ്റുകളായിരിക്കും. സാഡിസ്റ്റുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാകട്ടോ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിലുള്ള ലൈംഗിക വേഴ്ച കൊണ്ട് അവർക്ക് വികാരശമനം ലഭിക്കില്ല. പകരം പങ്കാളിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് അവൾ വേദന അനുഭവിക്കുന്നത് കണ്ടാലേ ഇവർക്ക് സംതൃപ്തിയാവുകയുള്ളൂ. എന്തൊരു രോഗമാണില്ലേ എൻ്റെ ഈശ്വര! മറ്റേലുണ്ട്, അവർക്ക് സ്ത്രീകൾ എതിർത്താൽ മാത്രമേ കാമ ഉത്തേജനം ലഭിക്കുകയുള്ളൂ അത്രേ. എൻ്റെ സുഹൃത്തും മനഃശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ജോണിനോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ടെലിഫോണിലൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം എണ്ണമിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യം പവർ ഡൊമിനേഷൻ ആണ്. അതായത് ശക്തിയുടെ ഊറ്റം കാണിച്ച് സ്ത്രീയെ എൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം എന്ന ചിന്ത. രണ്ടാമത്, അവളിൽ നിന്ന് എനിക്ക് വേണ്ടത് എടുക്കാം എന്ന തെറ്റായ അവകാശബോധം കൂടി ഉണ്ട്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് എമ്പതി, സ്ത്രീയുടെ വേദന, ഭയം, കണ്ണുനീർ, ഇതൊന്നും മനസ്സിലാക്കാത്തവരാണവർ. അതുപോലെ ക്രോധം, മദ്യം, നിരാശ, ജീവിതം പരാജയം, ഇവയൊക്കെ ചേർന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ലൈംഗികമായി പീഡിപ്പിക്കുവാനുള്ള ആസക്തി കൂടുതലാണ്. അറിയാമോ? ഇവിടെ സ്ത്രീകൾ നേരിടുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്താ അവരുടെ പ്രശ്നം? ഭയം. എന്നെ ആരും വിശ്വസിക്കില്ല എന്ന ധാരണ പരക്കെ സ്ത്രീകൾക്കുണ്ടല്ലോ. അതുപോലെ ലജ്ഞ, ഇത് പറഞ്ഞാൽ സമൂഹം എന്നെ കുറ്റം പറയും,
തെറ്റിദ്ധരിക്കും, അവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, മോശമായി എന്തെങ്കിലും പറയുമോ എന്ന ഫീലിംഗ് എല്ലാം ഇവരിൽ ഒന്നുകൂടി കിടക്കുകയെന്നേ. സാമൂഹികമായ ഒരു സ്റ്റിഗ്മയുണ്ടല്ലോ, അതായത് ബന്ധുക്കൾ, അയൽക്കാർ, സോഷ്യൽ മീഡിയ, ട്രോളുകൾ, ഇതൊക്കെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ശരിയല്ലേ? ഇത് കേൾക്കുന്ന സ്ത്രീകളോടാണോ ഞാൻ പറയുന്നത്? അപ്പൊ ഇനിയുമുണ്ട് നിയമപ്രശ്നങ്ങൾ. FIR, മെഡിക്കൽ പരിശോധന, പോലീസിന്റെ ചോദ്യം, ഭാവി, ജോലി, വിവാഹം, കുടുംബ ബന്ധങ്ങൾ, ഇവയെല്ലാം ഒരു സ്ത്രീയെ ദിവസവും നിരന്തരം തളർത്തും. അറിയാമോ? ഒരിക്കലും തളർത്താതിരിക്കില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണെന്നേ സ്ത്രീകള് ഈ കാര്യത്തിൽ മൗനം പാലിച്ചിരുന്ന് ബലാത്സംഗം ധാരാളം നടക്കുന്നുണ്ട്. ബലാത്കാരത്തിന് വിധേയരാകുന്ന സ്ത്രീകൾക്ക് മറ്റൊരു പ്രശ്നമുള്ളതായി കാണുന്നു. അതെന്താണെന്നറിയോ? ഇങ്ങനെ തുടർന്നുണ്ടാകുന്ന അവരുടെ ഒരു വൈകാരിക മരവിപ്പാണ്. അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുരുഷന്മാർ വെറും കാട്ടാളന്മാരാണെന്ന ധാരണയിൽ അവരിങ്ങനെ എത്തിച്ചേരുകയും ചെയ്യും. ശരിയല്ലേ? സ്ത്രീകൾ പൊതുവെ കുറ്റവാളികളല്ല, ആണോ? അവർ ജീവിതത്തിനായി പോരാടുന്ന ധീരവനിതകളാണ്. ഇവിടെ ബലാത്സംഗം നടക്കാൻ ഇടവരുന്ന ചില സാഹചര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിച്ചുകൊണ്ട് തീർക്കാം. സമൂഹത്തിൽ ലഹരിയടിച്ച് തകർന്ന് മൂല്യങ്ങളുമായി നടക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ അധികം പേരും. മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ കാണാമല്ലോ, ഓൺലൈനിലെ സെക്സ് സൈറ്റുകൾ കണ്ട് അതിൽ നിന്നും വികൃതമായ സെക്സ് ആശയങ്ങളും ആസക്തികളും ആണ് മറ്റു ചിലരെ ബലാത്കാരത്തിന് പ്രേരിപ്പിക്കുന്നത്. കൂടാതെ സ്ത്രീയെ ഒരു ശരീരമായി മാത്രം, ഭോഗവസ്തുവായി മാത്രം കാണുന്ന അനാചാര കാഴ്ചപ്പാടുള്ളവർ അതങ്ങനെ. മറ്റു ചിലർക്ക് കുട്ടിക്കാലത്തെ പീഡനം, സോഷ്യൽ പ്രിവിലേജ്, എനിക്കൊന്നും സംഭവിക്കില്ല എന്ന തോന്നൽ, ഇതൊക്കെയാണ് ഈ ക്രൂരതയുടെ പിന്നിലുള്ള മനഃശാസ്ത്രം രൂപപ്പെടുന്നത്. സ്ത്രീകൾ ആക്രമണ സമയത്ത് രക്ഷപ്പെടേണ്ട അത്യാവശ്യ ചില മാർഗങ്ങളോട് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്താ? ശത്രുക്കൾ ഏറ്റവും അധികം, അല്ലെങ്കിൽ ബലാത്സംഗക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനാ? ലൗഡ് വോയിസ്, ഉച്ചത്തിലുള്ള ശബ്ദം. അതൊരു ടെക്നിക്കാണ്. സ്റ്റോപ്പ്, ഹെൽപ്പ് ആൻഡ് ഫയർ എന്ന് പറയുന്ന പോലെയാണ്. ഇനി ബലാത്സംഗക്കാരുമായി ഫൈറ്റ് ചെയ്താൽ അവർ സ്ത്രീകളെ കീഴ്പ്പെടുത്തുമോ? അതുകൊണ്ട് ഓടി രക്ഷപ്പെടുക. കണ്ണ്, കഴുത്ത്, മൂക്ക് തുടങ്ങിയവയിൽ ശക്തമായി ഇടിച്ച് കുത്തി വലിച്ച് കുതിരി മാറി ഓടി രക്ഷപ്പെടണം. ഡൽഹിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ബസ്സിൽ കിടന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തപ്പോൾ അവൾ അവന്റെ കൈത്തണ്ടയിൽ കടിച്ചു മുറിച്ചത് ബലാത്സംഗക്കാരനെ കൂടുതൽ പ്രകോപിക്കുകയും തുടർന്ന് കമ്പിപ്പാര കയറ്റി അവളെ കുത്തി കൊലപ്പെടുത്തുകയുമാണ് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പോരാടിയതിൻ്റെ ഹീറോയിസം അല്ല, സർവൈവൽ ആണ് വിജയമെന്ന് ഈ അവസരം നമുക്ക് ഓർക്കാം. പിന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ബലാത്സംഗ സമയത്തുണ്ടല്ലോ, എത്ര കഠിനമായി എതിർത്ത് നിന്നാലും രതിമൂർച്ചയോട് അടുക്കുമ്പോൾ സ്ത്രീയുടെ ശരീരത്തോടൊപ്പം മനസ്സും ആ പുരുഷന് വഴങ്ങിപ്പോകുന്ന ചില മനഃശാസ്ത്ര വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അതിന് ഉപോത്ബലമായ ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് UP 2 കന്യാസി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കാര്യം. അവർ പ്രാർത്ഥന കഴിഞ്ഞ് കരിമ്പിൻ തോട്ടത്തിനരികിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു ഈ ബലാത്സംഗക്കാർ ചാടി വീണ് അവരെ കീഴ്പ്പെടുത്തിയത്. സംഭവം എല്ലാം കഴിഞ്ഞ് ആ സിസ്റ്റർമാരെ ഒരിക്കൽ കേരള എക്സ്പ്രസ്സിൽ വെച്ച് എനിക്ക് പരിചയപ്പെടാനായി. ഉണ്ടായ സംഭവത്തെക്കുറിച്ച് അവർ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങ് സംസാരിച്ചു. 2 കന്യാസ്ത്രീകളെ 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തപ്പോൾ അവർക്കൊന്നും ചെയ്യാനാത്ത അവസ്ഥ അവിടെ വരികയാണ്. അങ്ങനെ ബലാത്സംഗത്തിന് വിധേയമാകുകയും അതിലൂടെ അവർ രതിസുഖം അനുഭവിച്ച് രതിമൂർച്ച അനുഭവിക്കുകയും ഒരു പ്രശ്നവുമില്ലാതെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നത് ഒരു പരിഹാര മാർഗമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ പഠനം ആവശ്യമുള്ള കാര്യമല്ലേ ഇത്? ഇതൊക്കെ സ്ത്രീകളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല. എന്താണെങ്കിലും രക്ഷപ്പെടാനായി ആദ്യം സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിപ്പോവുക,
പിന്നെ വിശ്വസിക്കാവുന്ന ഒരാളെ വിളിക്കുക, ശേഷം വസ്ത്രം മാറാതെ കുളിക്കാതെ മെഡിക്കൽ പരിശോധന നടത്തുക, പിന്നെ FIR, ഫോൺ, ചാറ്റ്, വാട്സപ്പ്, കോൾ ലോഗ്സ്, തെളിവുകൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം. ഈ കാര്യത്തിൽ സ്ത്രീകളെ സഹായിക്കാൻ ഒത്തിരി സിസ്റ്റമുണ്ട്. ഞാൻ 3-4 റേപ്പ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ കണ്ണീർ ഒഴുകുമ്പോൾ അല്ല ആ സമൂഹം വിജയിക്കുന്നത്. പിന്നെയോ സ്ത്രീകളുടെ വേദനയിൽ നിന്ന് പുരുഷൻ പഠിക്കുമ്പോഴാണ് സമൂഹം വിജയിക്കുന്നത്. സമൂഹം ഉയർന്നു വരണം, രാജ്യം സുരക്ഷിതമാകണം. കുറ്റവാളികൾ വിറയ്ക്കുന്നതുവരെ നമ്മുടെ ശബ്ദം നിർത്താൻ പാടില്ല. പെൺമയുടെ നേർക്ക് ക്രൂരതയോടെ കൈകൾ ഉയർത്താൻ ഇനി ആർക്കും ഇവിടെ ധൈര്യമുണ്ടാകാതിരിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.